നമസ്തേ. ഭരണഘടനയെ വിലക്കി മൂലക്കിരുത്തി ജനാധിപത്യത്തെ കശാപ്പു ചെയ്തരിഞ്ഞുകൊന്ന് കോടതിയുടെ വരെ വാമൂടിക്കെട്ടിയ ഇന്ദിരയെന്ന ഏകാധിപതി, പെരുവിരൽ മുതൽ ഉച്ചം തലവരെ വേദന തുളച്ചിറങ്ങുന്ന പട്ടിപ്പൂട്ട്, കാവടിപ്പൂട്ട്, ലാത്തിയുരുട്ട്, ഒരിറ്റു വെള്ളം കൊടുക്കാതെ മൂത്രമൊഴിക്കാൻ അനുവദിക്കാതെ ഉറക്കം മുടക്കി ഉടുതുണി വലിച്ചുരിഞ്ഞ് എതിർത്തവരെയൊക്കെയും കൊല്ലാക്കൊല ചെയ്ത കൊടും ക്രൂരതയുടെ 635 ദിവസങ്ങൾ. സഞ്ജയ് ഗാന്ധി എന്ന സൂപ്പർ പ്രധാനമന്ത്രി അടിച്ചേൽപ്പിച്ച നിർബന്ധിത വന്ധ്യംകരണമടക്കം ഭാരതം മറക്കാത്ത കൊടും ചെയ്തികൾ. മഹാത്മാഗാന്ധിക്ക് കീ ജയ് വിളിച്ചവരോട് മരിച്ച ഗാന്ധിക്കെന്തിനാടാ ജയ് വിളിക്കുന്നതെന്ന അട്ടഹാസം, ജീവിച്ചിരിക്കുന്ന ഗാന്ധിക്ക് ജയ് വിളിക്കടോ എന്ന ആക്രോശം, പേടിയെ പ്രതിരോധിക്കാൻ ഇന്ദിരയുണ്ടാക്കിയ ഇരുണ്ട കാലം. 50 ആണ്ടുകൾക്കിപ്പുറം അതേ ഇന്ദിരയുടെ കൊച്ചുമക്കൾ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നത് പശ്ചാത്താപം കൊണ്ടോ? സ്വാഗതം ജനൻ ഡിബേറ്റിലേക്ക്. ചർച്ചയ്ക്കായി BJP നേതാവ് KVS ഹരിദാസ്, അടിയന്തരാവസ്ഥ പോരാളി R മോഹനൻ, സംവാദകൻ ശ്രീജിത്ത് പണിക്കർ, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് PM നിയാസ് എന്നിവർ ഒപ്പം ചേരും. ആദ്യം BJP നേതാവ് KVS ഹരിദാസിലേക്ക്. ശ്രീ KVS ഹരിദാസ്, പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും അവകാശമില്ലാതിരുന്ന, അവസരങ്ങളും അവകാശങ്ങളും വിലക്കപ്പെട്ട ആ കാലത്തിനപ്പുറം ഇരുണ്ടത് മറ്റൊന്നുണ്ടോ? അല്ല, ഇതൊരു പ്രധാനപ്പെട്ട ചരിത്ര മുഹൂർത്തം തന്നെയാണ്. താങ്കൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ 50 വർഷം മുമ്പ് നടന്ന ജനാധിപത്യ ധ്വംസനത്തിൻ്റെ ഒരു വാർഷികം, 50 വർഷം മുമ്പ് നടന്ന മനുഷ്യാവകാശ ധ്വംസനത്തിൻ്റെ വാർഷികം, 5 പതിറ്റാണ്ട് മുമ്പ് നടന്ന മനുഷ്യത്വരഹിതമായ ക്രൂരത, മനുഷ്യർ കണ്ടിട്ടില്ലാത്ത ക്രൂരതകളുടെ ഒരു ചരിത്രം ആവർത്തിക്കുന്ന മുഹൂർത്തം. തീർച്ചയായിട്ടും ഇത് ലോകം ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമാണ്, ലോകം ശ്രദ്ധിക്കേണ്ടുന്ന മുഹൂർത്തമാണ്. അടിയന്തരാവസ്ഥ സ്വാഭാവികമാണ്, നമുക്കൊക്കെ അറിയാം, അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ്. അത് കോൺഗ്രസിൻ്റെ തലപ്പത്തുള്ള ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ്, ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. ഈ രാജ്യത്തെ മുഴുവൻ ചങ്ങലക്കിട്ടുകൊണ്ട് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ട് ഒരു വ്യക്തിക്ക് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് പ്രഖ്യാപിച്ച കിരാത ഭരണത്തിൻ്റെ മുഹൂർത്തമാണത്. LK അഡ്വാനിയുടെ പ്രസിദ്ധമായ വാക്കുകളുണ്ട്. The democracy was imprisoned. ജനാധിപത്യത്തെ തുറങ്കിൽ അടച്ച മുഹൂർത്തം എന്നാണ് അഡ്വാനിജി പറഞ്ഞത്. അതാണ് ഇതിൻ്റെ പ്രാധാന്യവും. ഇന്ത്യയിൽ അനവധി എന്താ പറയുക, ഒരു സംഘർഷങ്ങൾ നിറഞ്ഞ അനവധി മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അനവധി. അത് സ്വാതന്ത്ര്യത്തിന് മുമ്പുമുണ്ട്, സ്വാതന്ത്ര്യത്തിന് ശേഷവുമുണ്ട്. ലോകമഹായുദ്ധങ്ങളുടെ കാലഘട്ടം നമുക്കറിയാം. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലുണ്ടായ വിഭജനം, അഭയാർത്ഥി പ്രവാഹം, വർഗീയ കലാപങ്ങൾ, കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ കൽക്കട്ട തീസസ് ഏറ്റുപിടിച്ചുകൊണ്ട് അവർ അക്രമത്തിന് മുതിർന്നത്, നക്സലൈറ്റുകളുടെ, മാവോയിസ്റ്റുകളുടെ കലാപങ്ങൾ, അങ്ങനെ എന്തെല്ലാം. അന്നൊന്നും പുറപ്പെടുവിക്കാൻ തീരുമാനിക്കാത്ത ഒരു ഉത്തരവ് എന്തുകൊണ്ട് ഈ 1975 ഇന്ദിരാഗാന്ധിക്ക് പുറപ്പെടുവിക്കേണ്ടി വന്നു? അത് ഇന്നത്തെ തലമുറ തിരിച്ചറിയേണ്ടതുണ്ട്, ഇന്നത്തെ തലമുറ വിലയിരുത്തേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് ചരിത്രം വിശകലനം ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് ഹർജിയിൽ പുറപ്പെടുവിച്ച ഉത്തരവാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം. ആ റായ്ബറേലി തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി അഴിമതി നടത്തി എന്ന് കോടതി കണ്ടെത്തി.
സ്വന്തം പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ടവരെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിച്ചു എന്നത് ഉൾപ്പെടെയുള്ള ചാർജസ് ഉണ്ടായിരുന്നു. രാജ്നാരായണാണ് ഹർജിക്കാരൻ. അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുക മാത്രമല്ല 6 വർഷത്തേക്ക് പൊതു തെരഞ്ഞെടുപ്പിൽ ഇനി അവർക്ക് മത്സരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയും ഉണ്ടായി. യഥാർത്ഥത്തിൽ കോൺഗ്രസിനെയും ഇന്ദിരാഗാന്ധിയെയും ഞെട്ടിപ്പിച്ചത് അതാണ്, വരളി പിടിപ്പിച്ചത് അതാണ്. അതിനെ മറികടക്കാൻ എന്ത് വേണം എന്നുള്ള ചിന്ത മാത്രമായിരുന്നു പിന്നെ കോൺഗ്രസ്സുകാർക്ക്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിൽ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെങ്കിൽ പാലിക്കേണ്ടുന്ന ചില മര്യാദകളില്ലേ, ഭരണഘടനാപരമായ ചില ചുമതലകളില്ലേ? അതെന്തെങ്കിലും കോൺഗ്രസ് ഗവൺമെന്റ് അന്ന് പാലിച്ചോ? ക്യാബിനറ്റ് കൂടി തീരുമാനമെടുത്തോ? ഒരു അർദ്ധരാത്രി രാഷ്ട്രപതി ഭവനിൽ ചെന്നിട്ട് രാഷ്ട്രപതിയോട് പറയുക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ്, ഒപ്പിട്ട് തരാൻ. പ്രസിദ്ധമായ അബുവിൻ്റെ ഒരു കാർട്ടൂൺ ഉണ്ട് ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നത്. ബാത്തിങ് ടബിൽ ഇരുന്നിട്ട് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ചോദിക്കുന്നു ഇനി എന്തെങ്കിലും ഒപ്പിടാനുണ്ടോ എന്ന്. അപ്പോൾ രാഷ്ട്രപതി ഭവനെയും ഭരണഘടനയും ജനാധിപത്യ സംവിധാനത്തെയും മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ട് ഇവരൊരു രാജ്യത്തെ തടങ്കലിലാക്കി ജയിലിൽ അടച്ചു. അന്ന് ക്യാബിനറ്റ് ഡിസിഷൻ എടുക്കാതെ ആ വിവരങ്ങൾ പിന്നീട് ഷാ കമ്മീഷൻ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെയാണ് ക്യാബിനറ്റ് കൂടിയിട്ട് മുൻകാല പ്രാബല്യത്തോടുകൂടി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള തീരുമാനം എടുക്കുന്നത്. നട്ടലില്ലാത്ത ആണത്തമില്ലാത്ത മന്ത്രിമാര് അതിന് കൈപൊക്കി അംഗീകാരം കൊടുത്തു. പറഞ്ഞു കേട്ടത് സ്വരൺ സിംഗ് മാത്രമാണ്. അങ്ങയിലേക്ക് വരാം. അഡ്വക്കേറ്റ് PM നിയാസ്, അങ്ങയിലേക്കും വരാം. ഇനിയത്തെ ചില മിനിറ്റുകൾ ഡിബേറ്റ് അല്ല, ചർച്ചയല്ല, പകരം അടിയന്തര അവസ്ഥ കാലത്തേക്ക് ഒരു പിന്നോട്ട് പോക്കാണ്, അതിൻ്റെ അനുഭവങ്ങൾ ചോദിച്ചറിയലാണ്. ചർച്ച തൽക്കാലം അവസാനിപ്പിക്കുന്നു, അതിനുശേഷം നമുക്ക് തിരിച്ചു വരാം. ഒപ്പം ചേരുന്നത് ഗോവ ഗവർണർ ശ്രീ PS ശ്രീധരൻപിള്ളയാണ്. ശ്രീ PS ശ്രീധരൻപിള്ള, സ്വാഗതം. ഭരണകൂട ഭീകരതയുടെ 50 ആണ്ടുകൾക്ക് പിന്നിലേക്ക് പോയി അതൊന്ന് ഓർത്തെടുക്കാം. യെസ്, ഭരണഘടന ഭീകരത മാത്രമായി അതിനെ കണക്കാക്കുന്നത് ശരിയല്ല. ഒരു രാജ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന നിലക്ക് ഭരണഘടന അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും നല്ല ഭരണഘടന നിലനിന്ന ഒരു രാജ്യത്ത് നമ്മുടെ ഭരണഘടന അനുസൃതമായ സംവിധാനം, അക്ഷരാഭ്യാസമൊക്കെ കുറവുള്ള ആളുകളാണെങ്കിലും അവർ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി അംഗീകരിക്കപ്പെട്ടിരുന്നതാണ്. പക്ഷെ പൊടുന്നനെ എന്ന് പറയാമോ എനിക്കറിയില്ല, 75 ജൂൺ മാസം 25-ാം തീയതി അർദ്ധരാത്രി ഭരണഘടനയുടെ 352-ാം വകുപ്പ് അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം നിയമവിരുദ്ധമാണ്, ഭരണഘടന അനുസരിച്ചല്ല. അത് ഷാ കമ്മീഷൻ എൻക്വയറിക്ക് ശേഷം എണ്ണി പറഞ്ഞിട്ടുള്ളതാണ്. ക്യാബിനറ്റ് മീറ്റിംഗ് കൂടി ക്യാബിനറ്റിനെ അത് ചെയ്യാൻ അവകാശമുള്ളൂ. പക്ഷെ അവിടെ ക്യാബിനറ്റ് അറിയാതെ, അന്നത്തെ നിയമമന്ത്രി അറിയാതെ, നിയമ സെക്രട്ടറി അറിയാതെ, ഹോം സെക്രട്ടറി അറിയാതെ ഏകപക്ഷീയമായൊരു പ്രഖ്യാപനം, ദൗർഭാഗ്യവശാൽ രാഷ്ട്രപതി എന്ന പദത്തിൻ്റെ വില താഴോട്ട് കൊണ്ടുവന്നുകൊണ്ട് ഒരു ആ അടിയന്തരാവസ്ഥ എന്ന ഇടുത്തി ഇന്ത്യയുടെ മേൽ നിബന്ധിച്ചു എന്നതാണ് വസ്തുത. എൻ്റെ അഭിപ്രായത്തിൽ ഈ രാജ്യം ആരുടേതാണ്? ഭരണഘടന അനുസരിച്ച് ആദ്യത്തെ സെൻറ്റൻസ് തന്നെ ഓണർ ഓഫ് അവർ നേഷൻ ഈസ് പീപ്പിൾ ഓഫ് ഇന്ത്യ. അങ്ങനെ നോക്കുമ്പം വിവിധ വകുപ്പുകൾ 395 വകുപ്പ് കൂടെ നോക്കുമ്പം ഇന്ത്യയിൽ ആരാ സുപ്രീം? ഗവർണറാണോ? അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണോ? ജനപ്രതിനിധിയാണോ? പാർലമെൻറ്റാണോ? സുപ്രീം കോർട്ടാണോ? ഇതിനെല്ലാം അപ്പുറത്ത് ജനങ്ങളാണ്. ആ ജനങ്ങളുടേതല്ല ഈ രാജ്യമെന്ന് 21 മാസക്കാലം ഇന്ത്യയിലെ ജനങ്ങൾക്ക് അങ്ങനെ അവകാശപ്പെടാൻ
സാധിക്കാത്ത ദൗർഭാഗ്യകരമായ സ്ഥിതിവിശേഷം. അത് അടിച്ചേൽപ്പിച്ചത് ഞാൻ പറഞ്ഞല്ലോ, ഷാ കമ്മീഷൻ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഒരു നിയമത്തെ മാനിക്കാതെ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ അവരുടെ മകനും അതുപോലെ തന്നെ സിദ്ധാർത്ഥ ശങ്കറെ പോലുള്ള കുറേ ആളുകളും എല്ലാം ചേർന്ന് ആസൂത്രിതമായി അത് അടിച്ചേൽപ്പിക്കുകയായിരുന്നു. അത് അടിച്ചേൽപ്പിച്ചത് കേവലം ഈ രാജ്യം ജനങ്ങളുടേതല്ല, ഒരു കുടുംബത്തിൻ്റേതാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടി വിപുലമായി പറഞ്ഞാൽ ശിങ്കിടി പാടുന്ന, സ്തുതിഗീതം പാടുന്ന ഒരു വിഭാഗം രാഷ്ട്രീയ നേതാക്കളുടേതാണ് എന്ന് തെളിയിക്കപ്പെട്ട കാലഘട്ടമാണ്. അതുപോലൊരു സംഭവം നമ്മുടെ ചരിത്രത്തിലെ ഡാർക്ക് ഡേയ്സ് ഓഫ് ഡെമോക്രസി എന്നതിനെ പറയുക. ആ ഡാർക്ക് ഡേയ്സ്, ഇരുട്ടിൻ്റെ നിലവിളികൾ മുഴങ്ങിയ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ എന്താ സത്യവും ധർമ്മവും പാലിച്ചുകൊണ്ട് നടപ്പാക്കിയ ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ? ജനങ്ങളുടെ പ്രസ് ഫ്രീഡം, പത്രപ്രവർത്തന സ്വാതന്ത്ര്യമില്ല. മനോരമയും മാതൃഭൂമിയും ദേശാഭിമാനിയും ജന്മഭൂമിയും എല്ലാ പത്രങ്ങളും അവർക്ക് മുന്നോട്ട് പോകണമോ ഓരോ ദിവസവും വൈകുന്നേരം അർദ്ധരാത്രി സമയമാകുമ്പോൾ എൻ്റെ എല്ലാ എഡിറ്റോറിയൽ എല്ലാ വർക്കുകളും ഡെസ്കിൽ കഴിഞ്ഞാൽ കളക്ട്രേറ്റിൽ പോയി കളക്ടറെ കൊണ്ട് അതിൻ്റെ അടിയിൽ കയ്യൊപ്പ് വാങ്ങണം, ഇതെല്ലാം പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പറയുന്നതല്ലാതെ ഒന്നും പാടില്ല. ഇങ്ങനെയുള്ള ഒരു ജനാധിപത്യ രാജ്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ ഇപ്പോൾ സാധിക്കുമോ? അതാണ് ചെയ്തത്. അതുമാത്രമാണോ? കോടതിയിൽ പോയി ഒരാളുടെ ജീവൻ അപകടത്തിലാണ്, ജീവൻ രക്ഷിക്കണം, റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശം, ആ അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുമ്പം അതിന് പോകേണ്ടത് ഭരണകൂടവും എല്ലാവരും എതിരായാലും ഒരു വ്യക്തി ഒറ്റയ്ക്കായാലും ജീവൻ നിലനിർത്താനുള്ള അവകാശം അത് ഫണ്ടമെൻ്റൽ റൈറ്റായി അംഗീകരിച്ച രാജ്യത്ത് അതിന് കോടതിയെ സമീപിക്കാൻ പാടില്ല, കോടതിക്ക് അധികാരമില്ല എന്ന് വന്നു. എതിരാളികളെ മുഴുവൻ പിടിച്ച് കാരണം കൂടാതെ, വിചാരണ കൂടാതെ കൽത്തുറുങ്കിലടച്ചു. രാജ്യം ഒരു വലിയ ജയിലറയായി. അതിന് ഇപ്പം ഏറ്റവും മോഡേണായുള്ള തിയറി അനുസരിച്ച് പണ്ടൊക്കെ ഏകാധിപത്യം വരുന്നത് ആയുധങ്ങളെ കൊണ്ടാണ്, അടിച്ചമർത്തലുകളെ കൊണ്ടാണ്. പക്ഷെ അത് മാത്രമല്ല, ഒരു സത്യവും ജനങ്ങളെ അറിയിക്കാതിരിക്കാൻ എല്ലാ കപടതന്ത്രങ്ങളും ആവിഷ്കരിച്ച് ഇതെല്ലാം ജനനന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് പറയിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു രാജ്യം പോയ ആ 21 മാസക്കാലം, ആ 21 മാസക്കാലത്തിൽ കേരളത്തെ സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്നിപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പത്രസമ്മേളനം നടത്തി 1 മണിക്കൂറാണ് ഒരാഴ്ച മുമ്പ് ജനങ്ങളോട് അടിയന്തരാവസ്ഥ പറ്റി പറഞ്ഞത്. കുറേ രേഖകളും പുസ്തകങ്ങളുമൊക്കെ അദ്ദേഹം ഉയർത്തിക്കാട്ടി. ഞാനൊരു ഗവർണർ ആയതുകൊണ്ട് അതിനൊന്നും മറുപടി പറയാൻ ഇപ്പോൾ ശ്രമിക്കുന്നില്ല. പക്ഷേ ഒരു പൗരൻ എന്ന നിലയിൽ ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. 4 മാസക്കാലം ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഏതാണ്ട് 4 മാസക്കാലം അന്നത്തെ പ്രതിപക്ഷ പാർട്ടികൾ, മുഖ്യമന്ത്രിയുടെ പാർട്ടി ഉൾപ്പെടെ പലരും പ്രതിഷേധ പ്രകടനം നടത്തിയിട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ എൻ്റെ ചോദ്യം, 4 മാസത്തിന് ശേഷം ഇവിടെ ലോക സംഘർഷ സമിതി NB മൻമോഹൻ സാറ് അധ്യക്ഷനും കെ രാമപിള്ള സാറ് അതിൻ്റെ സെക്രട്ടറിയുമായിക്കൊണ്ട് അതിൻ്റെ ബാക്ക് ബോൺ RSS ആയിരുന്നു കേരളത്തിൽ. ആ RSS ഉൾപ്പെടെയുള്ള ബാക്ക് ബോൺ ഉൾപ്പെടെയുള്ള ആളുകൾ അവർ സ്വാഭാവികമായും സമരരംഗത്തിറങ്ങി. നവംബർ മാസം 25 എൻ്റെ ഓർമ്മ. അടുത്ത ജനുവരി മാസം 25-ാം തീയതി വരെ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ, അന്ന് ഞാൻ ആ സമരം നയിച്ച ഒരാളാണ്. അത്തരം ആളുകൾ 8000-ഓളം ആളുകൾ ഇതിനെ വെല്ലുവിളിക്കും. ഞങ്ങൾ നിശബ്ദരായിരിക്കില്ല. ഗാന്ധിയൻ മോഡലിൽ ഗാന്ധിയൻ ബാഡ്ജ്യം ധരിച്ച് അഹിംസാ സമരത്തിലൂടെ ഇതെല്ലാം തിരിച്ചെടുക്കാൻ നടത്തിയ ശ്രമങ്ങളെ ഇന്നത്തെ മാതൃഭൂമി പത്രം ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങളും ഒരു വാക്ക് അതിനെപ്പറ്റി കൊടുക്കാത്ത ഒരു നാടിനെപ്പറ്റി, കേരളത്തെപ്പറ്റി എന്താ പറയേണ്ടത്? എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത്? ഞാൻ അതുകൊണ്ടാണ് ഈ പത്രാധിപന്മാരോടും പത്രപ്രവർത്തകരോടും ബുദ്ധിജീവികളോടും എല്ലാം പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഈ തരത്തിലുള്ള പത്രധർമ്മം പാലിക്കാതെ സത്യത്തെ കുഴിച്ചുമൂടുന്ന സംവിധാനത്തിൽ എല്ലാവരും ബഹുഭൂരിപക്ഷം ആളുകൾ ഏർപ്പെടുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിക്കൂടാ എന്നുള്ളതാണ്
എൻ്റെ വിനീതമായ അഭിപ്രായം. ശരി. അതുകൊണ്ടാണ് ശ്രീ പി. വൈകാരികമായി ശ്രീധരൻപിള്ള, ഞാൻ ഈ വിഷയത്തെ അഴിമതിയിൽ ആണ്ടുപോയ ഭരണം, അതിൻ്റെ നിലനിൽപ്പ്, കോടതി വിധി, 6 വർഷം മത്സരിക്കാനാവില്ലെന്ന തിരിച്ചറിവ്, ഭരണമാറ്റമുണ്ടാകുമോ എന്ന ഭയം, ഇതൊക്കെയായിരുന്നു ഇന്ദിര അടിയന്തരാവസ്ഥയിലേക്ക് പോയത്. അത് മാത്രമല്ല, ഒരു ഭാഷ്യം മാത്രമാണ്. 6 കൊല്ലക്കാലമായി, കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നമ്മുടെ ധാർമ്മിക രാഷ്ട്രീയത്തിൻ്റെ മരണമുണി മുഴങ്ങിയ 69 സംഭവം മുതൽ 75 വരെയുള്ള സംഭവം നോക്കിയാൽ 68, 69 കാലഘട്ടത്തിലാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. ആ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വന്ന അവസരത്തിൽ കോൺഗ്രസ് പാർട്ടി, ഭരിക്കുന്ന പാർട്ടി, അവരുടെ കാൻഡിഡേറ്റിനെ ഔപചാരികമായി പ്രഖ്യാപിച്ചു, സജീവ റെഡ്ഡി. ആ നോമിനേഷൻ പേപ്പറിലെ പ്രൊപ്പോസർ, നിർദ്ദേശിച്ചയാൾ, സെക്കൻഡറും പ്രൊപ്പോസറും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം കമ്മ്യൂണിസ്റ്റ് പിന്തുണയുള്ള സ്ഥാനാർത്ഥി വി ഗിരിയെ ആസൂത്രിതമായി നിർത്തി മത്സരിപ്പിച്ച് തലേ ദിവസം പാർട്ടിയെയും ജനങ്ങളെയും ചതിച്ചുകൊണ്ട്, വാക്കുകൾക്ക് വിലയില്ല, അതിന് വേറെ മലയാളം വാക്കുണ്ട്, ഞാനത് ഉപയോഗിക്കുന്നില്ല, തലേ ദിവസം രാത്രി മാറ്റി വോട്ട് ചെയ്യിച്ചുകൊണ്ട് ഇന്ത്യയിലെ ധാർമ്മിക രാഷ്ട്രീയത്തിൻ്റെ മരണമണി മുഴക്കിയത് തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. അതൊന്നും പുതിയ തലമുറ ആരും പഠിക്കുന്നില്ല, പഠിപ്പിക്കുന്നുമില്ല. പാഠം പഠിക്കാനും പഠിപ്പിക്കാനും ഉള്ള ഒരു അവസരമായി ഞാൻ ഇതിനെ കാണുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതിനുശേഷം ഇന്ത്യൻ പാർലമെൻറ്റിൽ 72 കമ്മിറ്റഡ് ജുഡീഷ്യറി വേണമെന്ന് സീനിയർ മന്ത്രി ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി ആവശ്യപ്പെട്ടില്ലേ പാർലമെൻറ്റിൽ, കുമരമംഗലം? അതുപോലെ തന്നെ സ്പീക്കർ സ്ഥാനത്തിരുന്നു കൊണ്ട് എന്തുകൊണ്ട് വൈ ഡോണ്ട് വി നാഷണലൈസ് അവർ പ്രസ്? വലിയ വികസനമുള്ള റഷ്യയിൽ അതല്ലേ, എന്തിനാ ഈ പത്രങ്ങൾ ഇത്രയൊന്ന് ചോദിച്ച സ്പീക്കറുണ്ടായൊരു നാട്. പ്രതിപക്ഷത്തുള്ളവർ വിമർശിക്കുമ്പോൾ അവരെ കൂകിയിരുത്താൻ വേണ്ടി ഭരണപക്ഷത്തുള്ള ചെറുപ്പക്കാരെ അവരെ ഷൗട്ടിംഗ് സ്ക്വാഡാക്കിയ ഒരു കാലഘട്ടം. ബേസിക് സ്ട്രക്ചർ തിയറി കൊണ്ടൊന്ന് അത് പാടില്ല, പാർലമെൻറ്റ് പരമാധികാരം വേണം, ആരെയും നിയമിക്കാം, എന്തും ചെയ്യാമെന്നുള്ള അവസ്ഥയ്ക്ക് വേണ്ടി വാദിച്ച് കോടതിയിൽ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ, കുൽസിത ശ്രമങ്ങൾ വരെ നടത്തിയ ഒരു ഭരണകൂടം. അതിനെതിരായി നിന്ന 3 സീനിയർ ജഡ്ജിമാർ, ഭൂരിപക്ഷം അവരാണ് അതിന് മുൻകൈ എടുത്തത്. അങ്ങനെ വാസ്തവത്തിൽ ബേസിക് സ്ട്രക്ചർ തിയറി കൊണ്ടുവന്നു. ആ 3 ജഡ്ജിമാരെയും ചരിത്രത്തിലാദ്യമായി സീനിയോറിറ്റി മറികടന്ന് അവരെയെല്ലാം മാറ്റിക്കൊണ്ട്, അവരെ മാറ്റിമറിച്ചുകൊണ്ട് അവരെ ആ സ്ഥാനത്ത് നിന്ന് നഷ്ടപ്പെട്ട് 3 പേര് രാജിവെക്കേണ്ടി വന്നില്ലേ? ഓരോ സംഭവങ്ങൾ, ഇതുപോലെ ബന്ധപ്പെട്ട എത്ര സംഭവങ്ങളാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഏകാധിപത്യത്തിൽ അടിവെച്ച് മാറുകയായിരുന്നു. അവസാന ഘട്ടത്തിൽ താങ്കൾ പറഞ്ഞ ശരിയാണ്, അതിനോടൊപ്പം വേറെ 1-2 സംഭവങ്ങളും ഉണ്ടായി. ആ സംഭവങ്ങൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 67, 68 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ 67 തെരഞ്ഞെടുപ്പിൽ 7 സംസ്ഥാനങ്ങളിൽ സംയുക്ത വിധായകദൾ മന്ത്രിസഭകൾ അധികാരത്തിൽ വന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഭരിച്ചുകൊണ്ടിരുന്നവരെ മാറ്റി 6ഓ 7ഓ, കേരളത്തിലെ EMS മന്ത്രിസഭ ഉൾപ്പെടെ 8ആണെന്ന് തോന്നുന്നു, അധികാരത്തിൽ വന്നു. അതിനെ നേരിടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, ഒരുപക്ഷെ ഞാൻ പറയുന്നില്ല, ഔപചാരികമായി പറയുന്നില്ല, എൻക്വയറി നടത്തി, ഇന്ത്യ നടത്തിയ എൻക്വയറി ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ എതിരല്ല. അന്നത്തെ ഈ മാറ്റത്തിൻ്റെ ശില്പികൾ 2 പേരായിരുന്നു, ഡോക്ടർ രാം മനോഹർ ലോഹിയയും അതുപോലെ തന്നെ പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായയും. അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള വിഷയത്തെപ്പറ്റി ഗവർണർ സ്ഥാനത്തിരുന്നുകൂടി ഞാനൊന്നും പറയുന്നില്ല. എ ക്വസ്റ്റ്യൻ മാർക്ക് ഈസ് ദെയർ. അതുപോലെ അത് കഴിഞ്ഞ ശേഷം LN മിശ്ര, എല്ലാ രഹസ്യം അറിയാവുന്ന ആളുകൾ കൊല്ലപ്പെട്ടു, നഗർവാല കൊല്ലപ്പെട്ടു, അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു. റഷ്യയുടെ രീതിയിൽ എതിര് പറയുന്നവരൊക്കെ ഒന്നൊന്നായി തീക്ഷ്ണമായ ജീവിത അനുഭവങ്ങളിലേക്ക് എത്തിപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്ത രാജ്യം. ഈ രാജ്യത്തിൻ്റെ അങ്ങനെയുള്ള അവസരമാണ് അവരെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ്. അങ്ങ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് തുടരെ പുസ്തകങ്ങൾ എഴുതുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും ഒരെണ്ണം പ്രകാശനം ചെയ്തുവല്ലോ. ഈ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറഞ്ഞാലും തീരുന്നില്ലെന്നോ? നോക്കൂ, താങ്കൾ അത്യാവശ്യം പഠിക്കാൻ ശ്രമിക്കുക. 1 അല്ല
3 പുസ്തകങ്ങളാണ് ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങ് കേൾക്കാത്ത തുടരെ പുസ്തകങ്ങൾ എഴുതുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല അല്ല അല്ലല്ല നിങ്ങൾ പറഞ്ഞ അടുത്ത ദിവസം എന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഞാൻ പറഞ്ഞത് അങ്ങ് അടിയന്തരാവസ്ഥയെ കുറിച്ച് തുടരെ പുസ്തകങ്ങൾ എഴുതിയ ആളാണല്ലോ, കഴിഞ്ഞ ദിവസവും പ്രകാശനം ചെയ്തുവല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല അത് അല്ല അതുകൊണ്ട് അല്ലല്ലോ ഒരെണ്ണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളൊക്കെ വായിക്കണമെന്നുള്ള. എനിക്ക് എനിക്കത് പുസ്തകം വെക്കാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. ഇംഗ്ലീഷിലുള്ള ആ 2 പുസ്തകങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചതി പിന്നീട് 80-ൽ കാണിച്ചു. 80-ൽ അധികാരത്തിൽ വന്ന ആളാരെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവർ ഷാ കമ്മീഷൻ്റെ റിപ്പോർട്ട് പൂർണ്ണമായും ഒറ്റ കോപ്പി പോലും അവശേഷിപ്പിക്കാതെ നശിപ്പിച്ചു. ഈ ചരിത്രമുള്ള മന്വന്തരങ്ങളിൽ കടന്ന ഒരു രാഷ്ട്രം വിജ്ഞാനത്തെ കത്തിക്കാറുണ്ടോ? പാർലമെൻറ്റിൽ ഒരിക്കലും മൊറാർജി ദേശായി വെച്ചു പാർലമെൻറ്റിൽ, അത് 3 ലേയിങ് എന്നാണ് നിയമത്തിൽ പറയുന്നത്. വെച്ചാൽ മതി. വെച്ചു കഴിഞ്ഞാൽ അത് പൊതുജനങ്ങളുടെ സ്വത്താ, നെഹ്റു കുടുംബത്തിൻ്റെയോ കോൺഗ്രസിൻ്റെയോ സ്വത്തല്ല. ആ സ്വത്ത് നശിപ്പിച്ചിട്ട് ഒരു കോപ്പി പോലും ഇല്ലാതെ വന്നപ്പോഴാണ് 88 വയസ്സുള്ള DMKയുടെ സ്ഥാപകപരായ 5 നേതാക്കളിൽ ഒരാൾ, ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പാർലമെൻറ്ററിൽ ഒരാൾ, എഴുത്തുകാരിലൊരാൾ, അദ്ദേഹം 88ാമത്തെ വയസ്സിൽ ഓസ്ട്രേലിയയിൽ പോയി കൊണ്ടുവന്നുകൊണ്ട് 2010-ൽ കൊണ്ടുവന്ന ബുക്കിൻ്റെ പേരാണ് ഷാ കമ്മീഷൻ റിപ്പോർട്ട് ലോസ്റ്റ് ആൻഡ് റീഗെയിൻഡ്. ഇതൊന്നും ആരും ഒരു രാഷ്ട്രീയപാർട്ടിയിൽ പഠിപ്പിക്കുന്ന ആളുകളെ. ഈ നശീകരിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഫാസിസ്റ്റുകളെന്നല്ല എന്ത് പേരാ അവരെ ഉപയോഗിക്കേണ്ടത്? ഇത് കപൂർ കമ്മീഷൻ RSSകാർക്ക് പങ്കുണ്ടോ ഗാന്ധി വധത്തിലെന്ന് ചോദിച്ചുകൊണ്ട് കപൂർ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ ഫൈനൽ കോപ്പി വന്നപ്പം ഈ കോപ്പിക്കും അവർ നശിപ്പിച്ചു. ഈ നശീകരണം, വിജ്ഞാനത്തെ നശീകരിക്കുന്നത് എത്ര അപകടകരമാണ്, എത്ര മോശമാണ്. വെളിച്ചമാണ് നമ്മുടെ നാടിൻ്റെ സമ്പത്ത്. ആ വെളിച്ചത്തെ തല്ലിക്കെടുത്തുന്നവർ, കുഴിച്ചു മൂടുന്നവർ, ഈ പശ്ചാത്തലത്തിൽ വേണം ഇതിനെയൊക്കെ വിശദീകരിക്കാനാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അതിൽ ഞാൻ പറയുന്നു, ആ പുസ്തകമാണ് എൻ്റെ 2ാമത്തെ പുസ്തകം, ഷാ കമ്മീഷൻ റിപ്പോർട്ട് ബറീഡ്. അതിനെപ്പറ്റിയാണ്. ബെറി ചെയ്തു. ലോകത്തെവിടെയെങ്കിലും നടക്കാറുണ്ടോ ജനാധിപത്യ രാജ്യങ്ങളിൽ? ആരെങ്കിലും ഇതിനെപ്പറ്റി ശബ്ദിച്ചോ? അതിൻ്റെ നിയമവശം മുഴുവൻ പഠിച്ചിട്ടാണ് ഞാനത് ശ്രമിച്ചിട്ടുള്ളത്. അത് ജനങ്ങളുടെ സ്വത്താണ്. ആ സ്വത്തിൽ ആക്സസ് ടു പീപ്പിൾ, ജനങ്ങൾക്കുള്ള അവകാശം, കടന്നു ചെല്ലാൻ, കോപ്പിയെടുക്കാൻ, വായിക്കാൻ ഉള്ള അവകാശം നിഷേധിച്ചു. ഇത്തരത്തിലുള്ള ഒരു രാജ്യത്ത് എഫക്റ്റീവായി നിൽക്കേണ്ട ആളുകളൊക്കെ പത്രപ്രവർത്തക മേഖല ഉൾപ്പെടെ, വിജ്ഞാന മേഖല ഉൾപ്പെടെ മൗനികളാകുമ്പോൾ ആ കുറ്റം, അത് കുറ്റകരമായ മൗനമാണ്, ഒരു നാടിന് ആപത്താണെന്നുള്ളതാണ് എൻ്റെ 2ാമത്തെ പുസ്തകം. മറ്റേ പുസ്തകം അടിയന്തരാവസ്ഥ എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്ന എഴുതിക്കൊണ്ടുള്ള ഇംഗ്ലീഷിൽ 2 പുസ്തകങ്ങൾ 2 ആണ്. 3ാമത്തെ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൂടി ഞാൻ പറയാം. ആ പുസ്തകത്തിലാണ് AKG അദ്ദേഹത്തിൻ്റെ ജീവൻ പോയത് അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമരം നടത്തുമ്പോഴാണ്. പെരളശ്ശേരിയിൽ അദ്ദേഹം ഗ്രാമത്തിൽ പോയി ആളുകളോട് സംസാരിക്കാൻ മൈക്കിലൂടെ പാടി കഴിയാത്ത സാഹചര്യത്തിൽ ഹാൻഡ് മൈക്ക് ഉപയോഗിച്ചു. SI അത് പിടിക്കാനായിട്ട് മാറ്റാൻ ശ്രമിച്ചു. വന്ധ്യവയോധികനായ അദ്ദേഹം, രോഗഗ്രസ്തനായ അദ്ദേഹം മുന്നോട്ടാഞ്ഞുകൊണ്ട് എൻ്റെ നാട്ടിൽ എൻ്റെ ജനങ്ങളെ സംസാരിക്കാൻ നിങ്ങൾ അനുവദിക്കില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മുന്നോട്ടാഞ്ഞു. അവിടെ കുഴഞ്ഞു വീണു. അവിടെ നിന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത്. ഇതേതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിത്രത്തിലുണ്ടോ? ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അയാളെ പിടിച്ചു കൊണ്ടുപോയി അടിച്ച് ഫ്രാക്ചറോട് കൂടിക്കൊണ്ട് തള്ളുകയായിരുന്നു കണ്ണൂർ ജയിലിൽ. വലിയ ശക്തനായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഒരൊറ്റ അനുയായിയെങ്കിലും എവിടെയെങ്കിലും പ്രതിഷേധിച്ചോ? EMS നിയമസഭയിലെ പ്രതിപക്ഷ നേതാവാ. ഒരു വോക്കൗട്ട് നടത്തിയോ? പാർലമെൻറ്റ് നടത്തിയോ? ജനങ്ങളെ ബോധവൽക്കരിച്ചോ? ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, 4 മാസം കഴിയുമ്പോഴേക്കും ഭയം എല്ലാവരെയും വിഴുങ്ങുന്നു. ആ ഭയമില്ലാതെ പ്രവർത്തിച്ച ഒരേ ഒരു കൂട്ടരേ ഉള്ളൂ. ബാക്കി എല്ലാവരെല്ലാം, ഞാൻ അനുകൂലിച്ചവരും പ്രതികൂലിച്ചവരും ആരെയും അപമാനിക്കാനല്ല, ചെയ്ത സംഘടനയുടെ പേരാണ് ലോക സംഘർഷ സമിതി. ആ സമിതിയുടെ മുദ്രാവാക്യം മൻമോഹൻ സാർ എഴുതിയത് എൻ്റെ പുസ്തകത്തിലുണ്ട്, ഞാനിപ്പോൾ വായിക്കുന്നില്ല. ഗാന്ധിയൻ മാർഗത്തിൽ, അഹിംസാ മാർഗത്തിൽ തിരിച്ചെടുക്കാൻ ഫൈറ്റ് ചെയ്യും. ഞങ്ങളൊക്കെ സമരത്തിന് പോകുമ്പം ഗാന്ധിജിയുടെ ബാഡ്ജ
രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ 3 തവണ നിരോധിച്ചു. 48-ലും 75-ലും 93-ലും. ഗാന്ധിയൻ മാർക്കറ്റിലെ സമരം ചെയ്തുള്ളൂ. ഞങ്ങൾ പോകുമ്പോൾ ഒരു തോർത്ത് തരുമായിരുന്നു സമരത്തിന്. ആ തോർത്ത് എന്തിനാ വെച്ചാൽ തല പൊട്ടിച്ചാൽ, പോലീസ് അടിച്ച് തല പൊട്ടിച്ചാൽ രക്തം വാർന്നു പോകുന്നത് തടയാനായിട്ട്. ബാക്കി ഒരു പോലീസുകാരനെ ഇങ്ങോട്ട് അടിച്ചാലും അങ്ങോട്ട് ഒരു മണ്ണ് പോലും നുള്ളിയിടാൻ പാടില്ല. ഈ നിലക്ക് യഥാർത്ഥ അഹിംസയുടെയും ഗാന്ധിയൻ മാർഗത്തിലൂടെയും സമരം ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ തിരിച്ചെടുത്തു. എനിക്കറിയില്ല നിങ്ങളുടെ എത്ര സമയമുണ്ടെന്ന്. ഉണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ നിയാസൊക്കെ കോൺഗ്രസിൻ്റെ ആളാണ്, ആ നിയാസാണെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേര് കേട്ടപ്പം. ഞാൻ ചോദിക്കട്ടെ, കേരളം, കർണാടകം, മദ്രാസ്, ചെന്നൈ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഈ സ്ഥലങ്ങളിൽ 90% സീറ്റുകളും 77 തെരഞ്ഞെടുപ്പിൽ ഏകാധിപത്യത്തെ അരിയിട്ട് വാഴ്ത്താൻ കേരളത്തിൽ 100%, 20-ൽ 20. മറ്റിടത്തെല്ലാം 95 മുതൽ 99 വരെ കൊടുത്തില്ലേ? പിന്നെ ആരാ ഈ സ്വാതന്ത്ര്യം തിരിച്ചെടുത്തു തന്നത്? നിങ്ങൾ ഒറ്റ പ്രാവശ്യം ഒന്ന് കണ്ണോടിക്കേ. ഏത് പത്രപ്രവർത്തനം ഇത് പഠിച്ചു? 71-ലെ തെരഞ്ഞെടുപ്പിൽ 432 സീറ്റ് കിട്ടി, അല്ല 352 സീറ്റ് കിട്ടിയ അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഗാന്ധി, അവർക്ക് നമ്മൾ പശു ബ്ലോക്ക്, പശു അങ്ങനെ പറയുക, കൗ ബെൽറ്റ്. അപ്പോൾ അവർ വിദ്യാഭ്യാസമില്ലാത്തവരാണ്, പാവങ്ങളാണ്. അവരെ എപ്പോഴും പുച്ഛിച്ചുകൊണ്ട് വിദ്യാസമ്പന്നരായ നമ്മളെല്ലാം പറയാറുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, 71-ലെ തെരഞ്ഞെടുപ്പിൽ അവിടെയുള്ള 235 സീറ്റിൽ 228 സീറ്റും ഇന്ദിരാഗാന്ധിക്ക് കൊടുത്തവരാണ് ഈ പശു ബെൽറ്റിലുള്ളവർ. പക്ഷേ ഒരു പത്രവുമില്ല, സെൻസർഷിപ്പ്, പ്രതിപക്ഷത്തിൻ്റെ ഒരു വാർത്തയും വരില്ല. പക്ഷേ ആ 10 സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് 77-ലെ തെരഞ്ഞെടുപ്പിൽ 228 കിട്ടിയ സ്ഥാനത്ത് വെറും 2 സീറ്റ് മാത്രം ഏകാധിപതിക്ക് കൊടുത്തുകൊണ്ട് അവരെ പാഠം പഠിപ്പിച്ചു. നമ്മൾ കേരളം അരിയിട്ട് വാഴ്ത്തി. ഇതല്ലേ സംഭവിച്ചത്? ഇതൊക്കെ പഠിക്കണ്ടേ? വിദ്യാഭ്യാസം ഉള്ളവരാണോ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണോ യഥാർത്ഥ ജനാധിപത്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് കാരണക്കാരെന്ന് പറയുമ്പം ഈ പശുബെൽറ്റുകാരെ ഒന്ന് ഓർക്കേണ്ടതല്ലേ? ഇത്തരം കാര്യങ്ങൾ എവിടെ പഠനം നടന്നു? ആര് ചിന്തിച്ചു? അടിയന്തരാവസ്ഥയെ പറ്റിയുള്ള ഓരോ കൊല്ലവും ജനങ്ങളല്ലേ. എറ്റേണൽ വിജിലൻസ് ഓഫ് ദ പീപ്പിൾ, സിറ്റിസൺസ് ഈസ് ദ ഗ്യാരണ്ടി ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ, ഗ്യാരണ്ടി ഫോർ അവർ ഫ്രീഡം, അവർ ഡെമോക്രസി. ഇതുണ്ടായില്ല. അവിടെയാണ് ഞാൻ CPM-നെയോ മറ്റു പാർട്ടികളെയോ ഒന്നും ഗവർണറായിട്ട് പറയാൻ പാടില്ല, ഞാൻ പറയുന്നില്ല. പക്ഷേ അവർ പൊരുതേണ്ടതായിരുന്നു. ഒരു ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഏറ്റവും ഉന്നതനായ ആൾ 5 ദിവസം മുമ്പ് എല്ലാ രേഖകളും ഉയർത്തിക്കാട്ടിക്കൊണ്ട് 1 മണിക്കൂർ പത്രസമ്മേളനം നടത്തി, എല്ലാം ലൈവായിട്ട് കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം പറഞ്ഞല്ലോ ഇത് RSകാരൊന്നും ചെയ്തിട്ടില്ല, ഇതെല്ലാം ചെയ്ത് RSSകാരും ബാബുറാവ് ദേവറസും ഒക്കെ മറ്റേ ഇന്ദിരാഗാന്ധിക്ക് വേണ്ടിയായിരുന്നു 80-ൽ നിന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളാണ് സമരം ചെയ്തത്. 4 മാസത്തിന് ശേഷം സമരം നടത്തിയെന്ന് അദ്ദേഹം അവകാശപ്പെടുമ്പം അദ്ദേഹത്തിൻ്റെ EMSൻ്റെ ജീവചരിത്ര ഗ്രന്ഥം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഒന്ന് വായിച്ചു നോക്ക്. ഞാനതിൻ്റെ 2017 പുസ്തകത്തിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. ഉത്തരവാദിത്തോടെ പറയുകയാണ്. അവിടെ അദ്ദേഹം പറയുന്നു, EMS എഴുതിയിരിക്കുന്നു, ഈ അടിയന്തരാവസ്ഥ അവസാനിക്കുന്ന ലക്ഷണമൊന്നുമില്ല, അതുകൊണ്ട് സുന്ദരയ്യയിൽ നിന്നും ഞാൻ അധികാരം ചുമതലയേറ്റു. പാർട്ടി 2 കേന്ദ്രങ്ങളിലായി യോഗം ചേർന്നു. എന്നിട്ട് എടുത്ത തീരുമാനം നിയമവിധേയമായി പ്രവർത്തിച്ചാൽ മതി, സമരരംഗത്ത് പോകേണ്ടതില്ല. MN ഗോവിന്ദനാരുടെ ജീവചരിത്രങ്ങൾ എഴുതിയിരിക്കുന്നു. അതിനെ തുടർന്ന് EMS പോയി ഇന്ദിരാഗാന്ധിയെ കണ്ടു. അതിനുശേഷം ഞാൻ പറയുന്നു, അന്ന് പേപ്പറിന് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാലമാണ്, ന്യൂസ് പ്രിൻ്റ് ഉൾപ്പെടെ. പുസ്തകങ്ങൾക്ക് വേണ്ടി ന്യൂസ് പ്രിൻ്റ് ആർക്ക് കിട്ടിയെന്നുള്ളതിന് ചരിത്രത്തിൽ തെളിവുണ്ട്, അവർ ഉത്തരം നൽകും. ശരി, ശ്രീ അദ്ദേഹം പറയുന്നു, അങ്ങയോട് ഒരു ചോദ്യം കൂടി. ഞങ്ങൾ പിന്നീട് ആ ഇരുണ്ട കാലം എന്തെന്ന് ഈ പുതിയ കാലത്തെ പഠിപ്പിക്കണ്ടേ? കേട്ടോളൂ. അത് ഞാൻ അതല്ലേ ഇപ്പോൾ പറഞ്ഞു വന്നത്, നിങ്ങൾക്കത് മനസ്സിലായില്ലേ? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, EMS എഴുതി, ഞങ്ങൾ ആ തെറ്റ് തിരുത്തി. ജലന്ധർ പാർട്ടി കോൺഗ്രസ്സിൽ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഞങ്ങൾ സമരം ചെയ്തില്ല എന്ന്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അനുയായി ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരുന്നുകൊണ്ട് പറയുന്നു, ഞങ്ങൾ സമരം ചെയ്തതാണ്, RSSകാരല്ല സമരം ചെയ്തതെന്ന് പറയുന്നു.
ഇത്തരം തെറ്റായ വ്യാഖ്യാനം വരുമ്പോൾ ഗവർണർ ആണെങ്കിലും ഇതൊക്കെ ഓർമ്മയിലുള്ള ഒരാളിന് ഇത് പറയാതിരിക്കാൻ പറ്റുമോ? സത്യത്തെ വികൃതമാക്കുമ്പോൾ, കുഴിച്ചു മൂടുമ്പോൾ അത് ബോധവൽക്കരിക്കാനുള്ള ശ്രമം നടക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇടുന്ന സംഘടന, അതിൻ്റെ പേര് വാസ്തവത്തിൽ വിജിൽ, എല്ലാ കൊല്ലവും കോഴിക്കോട് നടത്തുമായിരുന്നു. ഞാൻ എല്ലാവരെയും വിളിക്കാറുണ്ടായിരുന്നു. ഗവർണറായ ശേഷം എനിക്കത് നടത്താൻ സാധിച്ചില്ല. പുസ്തകങ്ങൾ എഴുതി, പ്രചരണങ്ങൾ നടത്തി, ആ പരിപാടികളിലൊക്കെ ദക്ഷിണാമൂർത്തി, പഴയ മിസ്സാ തടവുകാരെല്ലാവരും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യണം. ഇപ്പോൾ ആ പ്രക്രിയ നടക്കുന്നു. അതിനുള്ള സമയമാണിത്. നിങ്ങളെല്ലാവരും ചേർന്ന് അത് ചെയ്യേണ്ടതാണ്. അപ്പം CPIയെ സംബന്ധിച്ച് എൻ്റെ ഫ്രണ്ടാ ബിനോയിയുടെ ഞാൻ ചോദിക്കുന്നു, 67 ബീഹാറിൽ അന്നത്തെ മന്ത്രിസഭ ആരുടേതായിരുന്നു? സംയുക്ത വിധായകദൾ മന്ത്രിസഭയിൽ ജനസംഘവും ഭാരതീയ ജനസംഘവും അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂടെ ചേർന്ന് ചതുരാനന്ദൻ മിശ്രയൊക്കെ ഇല്ലേ? ഭരിച്ചില്ല ഒന്നിച്ച്. അപ്പോൾ അൺടച്ചബിലിറ്റി ഉണ്ടായിരുന്നില്ലേ? എനിക്കിപ്പോൾ രാഷ്ട്രീയമില്ലെങ്കിലും എൻ്റെ പഴയ രാഷ്ട്രീയത്തിൻ്റെ നിലപാട് 67 ദീനദയാൽ ഉപാധ്യായ പ്രസിഡൻ്റായപ്പോൾ പ്രഖ്യാപിച്ചു, അൺടച്ചബിലിറ്റി ഈസ് എ ക്രൈം ഇൻ പൊളിറ്റിക്സ് ആസ് വെൽ. കാരണം അസ്പൃശ്യത ഈ രാജ്യത്തെ പൗരന്മാരാണ്. അവർ പല തട്ടിൽ നിൽക്കുന്നു, ശത്രുക്കളല്ല. അതുകൊണ്ട് അവരെ ക്രിമിനൽ കുറ്റം ചെയ്ത് രാജ്യദ്രോഹം നടത്താത്ത ആളുകളെ ഒഴികെ, അങ്ങനെയുള്ളവർ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം ഒരു രാജ്യത്തെ പൗരന്മാരാണ്. അവർക്ക് വ്യത്യസ്തമായ വിശ്വാസങ്ങളാകാം. ഇവിടെ എന്താ പഠിപ്പിക്കുന്നത്? അൺടച്ചബിലിറ്റി. ശിവഗിരി വന്നപ്പം ഒരു സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി വന്നപ്പം പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും രണ്ടുപേരും അത് ബഹിഷ്കരിച്ചു. ആൾ വന്ന് ഇന്നിപ്പം ഇന്ത്യയുടെ ഏതാണ്ട് 90% ഗവർണർമാരും രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും അതുപോലെ തന്നെ ഉള്ള മന്ത്രിമാരും സ്പീക്കറും എല്ലാം RSS ബന്ധമുള്ളവരാണ്. നിങ്ങൾ ഡൽഹിയിൽ പോയി ആ പ്രധാനമന്ത്രിയെ കാണാൻ ശ്രമിക്കില്ലേ? അപ്പോൾ ഈ തെറ്റായി ജനങ്ങളെ വഴിതെറ്റിക്കുന്ന നിലപാടിൽ നിന്ന് മാറി അടിയന്തരാവസ്ഥയെപ്പറ്റി പുസ്തകത്തിൽ പെടുത്തണം. സത്യം കുട്ടികളെ അറിയിക്കണം. പുതിയ തലമുറയ്ക്ക് അതിനുള്ള ഗ്യാരണ്ടി നൽകണമെന്നുള്ളതാണ് എൻ്റെ പാഠ്യപദ്ധതി പെടുത്തണമെന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്. 20 മിനിറ്റിലേറെ സമയം ആ അടിയന്തരാവസ്ഥ കാലം ഓർത്തെടുത്തതിന്, അനുഭവങ്ങൾ പങ്കുവച്ചതിന്. അഡ്വക്കേറ്റ് PM നിയാസ്, അന്ന് ജനാധിപത്യത്തിന് വിലക്കേർപ്പെടുത്തിയവർ, ഭരണഘടനയെ തുറുങ്കിലടച്ചവർ, ഇന്ന് അതേ ഇന്ദിരയുടെ നേർ പിൻഗാമികൾ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് നടക്കുന്നു. പശ്ചാത്താപം കൊണ്ടാവും അല്ലേ? നോക്കൂ കൃഷ്ണരാജ്, ഇവിടെ നേരത്തെ നമ്മുടെ KVS ഹരിദാസും അതുപോലെ കുറെ നേരം ഗോവ ഗവർണറായിരുന്ന എന്റെ നാട്ടുകാരനായ ശ്രീധരൻപിള്ളയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങളിപ്പോ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇന്ദിരാഗാന്ധി എന്തോ മഹാപാതകം, ഇന്ത്യയിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഭരണഘടനാ വിരുദ്ധമായ എന്തോ ചെയ്തു എന്നാണ് നിങ്ങൾ പറഞ്ഞു കൊണ്ടുവരുന്നത്. ഇന്ത്യയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഭരണഘടനയിലെ 352 വകുപ്പ്, അതിൽ വളരെ വ്യക്തമായി അന്ന് ഇന്ത്യ ഭരണഘടന ഉണ്ടാക്കുന്ന സമയത്ത് 3 പ്രൊവിഷനാണ് അതിൽ ഉണ്ടായിരുന്നത്. ഒന്ന്, യുദ്ധം നടക്കുമ്പോ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ശത്രുരാജ്യങ്ങൾ നമ്മൾ ആക്രമിക്കുമ്പോൾ ഇന്റേണൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുമ്പോൾ 3 തവണ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നമുക്കെല്ലാവർക്കും അറിയാം 71 കാലത്തും അതുപോലെ 62 യുദ്ധകാലത്തും നമ്മൾ അടിയന്തരാവസ്ഥ ഉണ്ടാക്കിയിരുന്നു. 71 കാലത്ത് അടിയന്തരാവസ്ഥ ഏതാണ്ട് 5 വർഷത്തോളം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ അതിനുശേഷം ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞ ഒരു സാഹചര്യമാണ്. എന്തായിരുന്നു ഇന്റേണൽ ഡിസ്റ്റർബൻസ്? ഇപ്പൊ കൃഷ്ണരാജ് അതുപോലെ തന്നെ RSSന്റെയും ഒക്കെ വാക്കുകൾ കേട്ടാൽ വിചാരിക്കും ഇവിടെ ഒന്നും ഉണ്ടായില്ല എന്ന്. നിങ്ങൾ ആലോചിക്കേണ്ടത് ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ അക്കാലത്ത് നടന്നു. ഇന്ത്യയിലെ ചരിത്രത്തിൽ ആദ്യമായി 17 ലക്ഷത്തോളം വരുന്ന നമ്മുടെ ഇന്ത്യയുടെ റെയിൽവേയുടെ സമരം 3 ദിവസം ജോർജ് ഫെർണാണ്ടസിന്റെ നേതൃത്വത്തിൽ സമരം നടന്നു. നിങ്ങൾ ടോട്ടൽ റെവല്യൂഷൻ, ജയപ്രകാശ് നാരായണൻ പറഞ്ഞത് ടോട്ടൽ റെവല്യൂഷൻ എന്ന ഒരു രീതിയിൽ ബീഹാറിൽ അവിടെ സർക്കാരിനെ താഴെയിടാനുള്ള ഒരു വിപ്ലവമുണ്ട്. ടോട്ടൽ റെവല്യൂഷനാണ് ഉണ്ടാക്കിയത്. അതുപോലെ മൊറാർജി ദേശിയുടെ നേതൃത്വത്തിൽ ഗുജറാത്തിലുണ്ടായ അതിക്രമങ്ങൾ. അതിനോടൊപ്പം ഞാൻ ഒരൊറ്റ കാര്യം കൂടെ പറയട്ടെ. ഈ നിങ്ങളുടെ JP എന്ന് പറയുന്ന ജയപ്രകാശ് നാരായണൻ അന്ന് രാംലീല മൈതാനത്ത് പ്രസംഗിച്ച പ്രസംഗം എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞത് പോലീസ് സേനയും ആർമിയും, ഇന്ത്യൻ ആർമിയാണ്, ആർമിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെയോ ഭരണകൂടത്തിന്റെയോ ഒരു ഉത്തരവും നടപ്പിലാക്കേണ്ടതില്ല. നിങ്ങൾ ഞങ്ങൾക്കൊപ്പം ഈ രാജ്യത്തെ ഭരണകൂടത്തെ തകർക്കുവാൻ
മുന്നോട്ട് വരണമെന്ന് പറഞ്ഞത് ഇന്റേണൽ ഡിസ്റ്റർബൻസ് അല്ലാതെ പിന്നെ എന്താണ്? ഈ രാജ്യത്ത് അധികാരത്തിൽ ജനാധിപത്യത്തിലൂടെ കടന്നു വന്ന ഒരു ഗവൺമെന്റിനെ ഇല്ലാതാക്കുവാൻ, റബലിൻ ഉണ്ടാക്കുവാൻ, ഈ രാജ്യത്ത് കലാപം ഉണ്ടാക്കുവാൻ, വിപ്ലവം ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോ കയ്യും കെട്ടി നോക്കിയിരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇന്ത്യയുടെ ഭരണഘടനയിൽ ഉണ്ടായിരുന്ന പ്രൊവിഷൻ വെച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. ആ പ്രൊവിഷൻ അതിൽ തെറ്റുകളുണ്ടാകാം, ശരികളുണ്ടാകാം, പക്ഷെ അന്ന് അത് ആവശ്യമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിനെ തുടർന്നാണ് പ്രിവി പേഴ്സ് നിർത്തലാക്കിയത്. അതിനെ തുടർന്നാണ് ഈ രാജ്യത്തെ ബാങ്ക് രാഷ്ട്രീയവൽക്കരണവുമായി ബന്ധപ്പെട്ട കോടതിയിലെ ഉത്തരവുണ്ടായത്. പിന്നെ ഇപ്പൊ പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ സുപ്രീം കോടതി ഇന്ദിരാഗാന്ധിക്ക് അദ്ദേഹത്തിന്റെ അവരുടെ അവിടെ ഹൈക്കോടതിയിൽ അലഹാബാദ് ഹൈക്കോടതിയിലെ വിധി സ്റ്റേ ചെയ്തതിനു ശേഷമാണ് നിങ്ങളുടെ രാംലീല മൈതാനത്തെ പ്രസംഗവും നടപടികളുമായി മുന്നോട്ട് പോയത്. ആ കാര്യത്തിൽ തീരുമാനമെടുത്തതാണ്. നിങ്ങൾ ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്ദിരാഗാന്ധിയെ നിങ്ങൾ വലിയ കുറ്റം പറയുന്നല്ലോ. ഇന്ദിരാഗാന്ധി ചെയ്ത തെറ്റാണെങ്കിൽ 21 മാസം കഴിഞ്ഞ അതേ ഇന്ദിരാഗാന്ധി രാജ്യത്ത് ഒരു തരത്തിലുള്ള നിശബ്ദമായ പ്രവർത്തനങ്ങളില്ലാതെ നിങ്ങൾ ഈ ശ്രീധരൻപിള്ള പറയും പോലെ ഒരു കലാപോ ഒരു പ്രശ്നമോ ഇന്ത്യയിൽ എവിടെയുമില്ലാതിരുന്നിട്ടും അവിടെ അടിയന്തരാവസ്ഥ പിൻവലിച്ചു, തെരഞ്ഞെടുപ്പിലേക്ക് പോയി, വിസ തടവുകാരെ മുഴുവൻ തുറന്നു വിട്ടുകൊണ്ട് മുന്നോട്ട് പോയി. നിങ്ങൾ ആലോചിക്കണം, ഇന്ദിരാഗാന്ധിക്ക് വേണമെങ്കിൽ എല്ലാ കാലവും ഭരണഘടന സസ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നു. ചെയ്തില്ല. ജനാധിപത്യവാദിയാണ് അവർ, അതുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയത്. അതിനുശേഷം നിങ്ങൾ ഉണ്ടാക്കിയ RSSും CPM-ഉം എല്ലാ അവിയൽ പാർട്ടികളും ഉണ്ടാക്കിയ ജനതാ പാർട്ടി ഭരിച്ചല്ലോ ഏതാണ്ട് 3 കൊല്ലക്കാലം. അത് ഭരിച്ച് ഇന്ദിരാഗാന്ധിയെ പരമാവധി വിജയിച്ച് ജനാധിപത്യത്തിലൂടെ വിജയിച്ചു വന്ന ചിക്മംഗ്ലൂരിൽ നിന്ന് വിജയിച്ചു വന്ന അവരെ പോലും ജയിലിലടച്ച് അവരെ പാർലമെന്റിലേക്ക് കയറ്റാൻ അനുവദിക്കാതെ ജനാധിപത്യ വിരുദ്ധമുണ്ടാക്കി. ഞങ്ങളൊന്നും മിടിയില്ലല്ലോ. കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങൾ അവരെ തിരിച്ച് 352 സീറ്റുകളുമായി 3 വർഷത്തിനുള്ളിൽ അവരെ തിരിച്ച് അധികാരത്തിലേറ്റി. അവർ ഇത്ര വലിയ പാതകം ചെയ്തിരുന്നുവെങ്കിൽ, അവർ ഈ രാജ്യത്തെ മുഴുവനും തകർത്തുവെങ്കിൽ ഈ ജനങ്ങൾ ഒരിക്കലും അവരെ തിരിച്ചു കൊണ്ടുവരുമായിരുന്നില്ലല്ലോ. അപ്പൊ അതിന്റെ കാരണം അവർ ജനാധിപത്യ രീതിയിൽ മുന്നോട്ട് പോയിരുന്നതാണ്. എന്നാൽ ഇന്ന് അടിയന്തരാവസ്ഥയുടെ ഒരു കാര്യവുമില്ലാതെ ഇപ്പൊ ശ്രീധരൻപിള്ള അവിടെ പറഞ്ഞല്ലോ പ്രസിന്റെ സെൻസർഷിപ്പിനെ കുറിച്ച്. ഇവിടെ അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം നടത്തിയ ഒരു സമരം മാതൃഭൂമി ഉൾപ്പെടെ പറഞ്ഞില്ല എന്ന്. എന്നാൽ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അങ്ങ് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച ഭാരത് ജോഡോ യാത്ര നിങ്ങൾ ഒരു സെൻസർഷിപ്പും ഇല്ലാതെ ഭരണകൂട ഭീകരത കൊണ്ട് ഇന്ത്യയിൽ ഒരു പത്രങ്ങളിലും ഒരു മാധ്യമങ്ങളിലും അത് വരാതെ നിങ്ങൾ വളരെ ശ്രമപരമായി കൊണ്ട് മുന്നോട്ട് പോയി. അധികാരത്തിലിരിക്കുന്ന നിങ്ങൾ ഇവിടെ എല്ലാ സ്കീമുകളെയും പറ്റി പ്രതിപക്ഷങ്ങളെ കൂട്ടത്തോടെ ജയിലിലടക്കുവാനും നിയമവിരുദ്ധ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ പോയപ്പോ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടായില്ല. ഇപ്പൊ ശ്രീധരൻപിള്ള പറഞ്ഞ ഒരു കാര്യം എന്താ? ഇന്ത്യയിലെ സുപ്രീം കോടതിക്ക് സീനിയറായ ജഡ്ജിമാരെ നിങ്ങൾ മൂലക്കിരുത്തി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങള് ഇന്ത്യ രാജ്യത്തെ കേരളക്കാരനായ കുര്യൻ ജോസഫ് ഉൾപ്പെടെ 4 പ്രധാനപ്പെട്ട ജഡ്ജിമാർ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി പത്രസമ്മേളനം നടത്തി. ശേഷമുള്ള ഇന്ത്യയെ കുറിച്ച് ആവോളം പറഞ്ഞോളൂ, പക്ഷെ അടിയന്തരാവസ്ഥ കാലത്തെ ന്യായീകരിക്കരുത് പ്ലീസ്. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ പറഞ്ഞ കാര്യത്തിലല്ല ഞാൻ പറയുന്നത്. അടിയന്തരാവസ്ഥ കാലം എന്ന് പറയുന്നത് അന്നത്തെ നിങ്ങൾ ഈ രാജ്യം തകർക്കുവാൻ വൈദേശിക ശക്തികളിൽ നിന്നും അച്ചാരം വാങ്ങി മുന്നോട്ട് കൊണ്ടുപോയ ഒരു സാഹചര്യം ഉണ്ടായപ്പോ ഇന്ത്യയെ നിലനിർത്തുവാൻ അടിയന്തരാവസ്ഥയില്ലാതെ മറ്റു മാർഗം ഉണ്ടായിട്ടില്ല. നിങ്ങൾ പറയുന്ന 2 കാര്യങ്ങളുണ്ട്, ഉത്തരേന്ത്യയിലും തെക്കേ ഇന്ത്യയിലും. അങ്ങനെയാണ് അടിയന്തരാവസ്ഥ മൊത്തത്തിൽ കുഴപ്പമാണെങ്കിൽ അങ്ങ് ശ്രീധരൻപിള്ള പറഞ്ഞല്ലോ 5 സംസ്ഥാനങ്ങൾ, തെക്കേ ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങൾ അത് 80 അല്ല 100% വിജയത്തോടു കൂടി മുന്നോട്ട് വന്നു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ വന്നത് കാരണം എന്താ? ജനങ്ങൾക്ക് ഉത്തരേന്ത്യയിൽ ചില പാകപ്പിഴവുകൾ ഉണ്ടായി. അധികാരത്തിൽ ഇരുന്ന ആ കാലത്തുണ്ടായിരുന്ന നേതാക്കന്മാരുടെ ഭാഗത്തുണ്ടായ പാകപ്പിഴവുകൾ നമുക്ക് താൽക്കാലികമായ ഒരു ക്ഷീണം സംഭവിച്ചു. അത് 3 വർഷം കൊണ്ട് ഞങ്ങൾ തിരുത്തി വന്നു. ഞാനിവിടെ പറഞ്ഞു പോയ പോയിന്റ് അതല്ല. ഇന്ത്യ രാജ്യത്ത് ഒരു സുപ്രീം കോടതിയിലെ 4 ജഡ്ജിമാർ ഭരണകൂട ഭീകരതയ്ക്കെതിരായി, ഫാസിസ്റ്റ് നിലപാടിനെതിരെ ഇന്ത്യയിലെ ജുഡീഷ്യറിയെ ഇൻഡിപെൻഡന്റ് ആയി വിടുന്നില്ല എന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞു. അടിയന്തരാവസ്ഥ കാലത്തല്ല പറഞ്ഞത്, ഇപ്പോഴാണ് പറഞ്ഞത്. അതേക്കുറിച്ച് താങ്കളുടെ ഗവർണർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നോക്കൂ, ചില കോൺഗ്രസ് നേതാക്കളുടെ എങ്കിലും നാവിൽ ഇപ്പോഴും ഇന്റേണൽ ഡിസ്റ്റർബൻസ് നിലനിൽക്കുന്നുണ്ട്. അടിയന്തരാവസ്ഥയെ അവരിൽ പലരും ഇപ്പോഴും ഉള്ളിൽ ന്യായീകരിക്കുന്നുമുണ്ട്. മറുപടി ആരോടാണ്? അല്ല, എനിക്ക് സഹതാപമാണുള്ളത്. എൻ്റെ നിയാസിനോട് കടുത്ത സഹതാപമാണുള്ളത്. ഇപ്പോൾ അദ്ദേഹം വന്നിട്ട് അടിയന്തരാവസ്ഥയെ ന്യായീകരിക്കുകയാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരവും അവകാശവും ഉണ്ട്, അത് ചെയ്തത് ശരിയാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം മറക്കരുത്, നിങ്ങളുടെ പാർട്ടി തന്നെ
പിന്നീട് ഒരു കാലഘട്ടത്തിൽ അന്ന് ചെയ്തതൊക്കെ പാതകമായി പോയി, തെറ്റായിപ്പോയി എന്ന് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. മറക്കരുത്. ആ കുറ്റസമ്മതം മാർക്സിസ്റ്റുകാരുടെ കുറ്റസമ്മതം പോലെയാണോ? പിന്നീട് നിങ്ങൾ ഓരോ രാജ്യത്തിന് അപകടകരമായ പലതും ചെയ്തിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. പക്ഷെ അതിന് വഴിവെച്ച സാഹചര്യം കൂടി നിങ്ങൾ പരിശോധിക്കണം. നിങ്ങളിപ്പോൾ പറയുന്നുണ്ടല്ലോ JP-യുടെ പ്രസംഗമാണ് കാരണമെന്ന്. JP-യുടെ പ്രസംഗത്തിന് മുമ്പ് അലഹബാദ് ഹൈക്കോടതി വിധി ഉണ്ടായത് നിങ്ങൾ മറന്നുപോയോ? ഇന്ദിരാഗാന്ധിയെ എന്താ പറയാ 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല എന്ന് ഉത്തരവിട്ടത് നിങ്ങൾ മറന്നുപോയോ? സുപ്രീം കോടതിയിൽ അത് സ്റ്റേ ചെയ്തിരുന്നു. ഞാൻ പറയട്ടെ നിയാസെ, നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ മിണ്ടാതിരുന്നല്ലോ. സ്റ്റേ ചെയ്തിരുന്നു. അത് നിങ്ങൾ പറയാതെ പോകരുത്. സുപ്രീം കോടതിയിൽ നിങ്ങൾ പോയി. ഞാൻ പറയട്ടെ. അല്ല നിയാസ്, ഞാൻ അതിലേക്ക് തന്നെ വരുന്നത്. ഒരു ഹൈക്കോടതി അല്ല കൃഷ്ണരാജെ, ഒരു ഹൈക്കോടതി ഒരു വിധി പ്രസ്താവിച്ചാൽ അതുമേൽ അപ്പീൽ പോയാൽ സ്വാഭാവികമാണ് ആ കേസ് അഡ്മിറ്റ് ചെയ്യും. കാരണം ഇത് ജനാധിപത്യ രാജ്യമാണ്. ആ അപ്പീൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അപ്പീലുമ തീർപ്പുണ്ടാകുന്നത് വരെ വേറൊരു ഉത്തരവില്ല. ഇവിടെ ആ ഉത്തരവ് ഇറക്കിയതാരാന്ന് കൂടി നമ്മൾ ഓർക്കണം. കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായിരുന്ന ജസ്റ്റിസ് VR കൃഷ്ണയ്യരാണ്. കൃഷ്ണയ്യരുടെ ആ ഉത്തരവാണ് ഈ അപകടം കാണിച്ചു വെച്ചത്. അത് വേറെ കാര്യം. ഇനി ഇതും കഴിഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ഒരു ഉത്തരവ് നിലനിൽക്കുമ്പോൾ ഈ സുപ്രീം കോടതി വിധി പ്രസ്താവിക്കുന്നത് വരെ ഇന്ദിരാഗാന്ധിക്ക് സുഖമായിട്ട് കൊണ്ടുപോകാമായിരുന്നല്ലോ ഭരണം. പിന്നെന്തിനാ അവർ രാഷ്ട്രപതിയെയും സ്പീക്കറെയും അതുപോലെ തന്നെ ഉപരാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും ഒക്കെ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് നിയമ ഭേദഗതി കൊണ്ടുവന്നത്, ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത്? അത് രാജ്യത്ത് എവിടെയെങ്കിലും കേട്ടുകളുള്ളതാണോ? എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ പോയത്? അതിനെന്താ കോൺഗ്രസ്സുകാരുടെ മറുപടി? തെരഞ്ഞെടുപ്പ് ഹർജി കൊടുത്ത് സുപ്രീം കോടതിയിൽ നിൽക്കുമ്പോൾ അതിന്മേൽ തീർപ്പ് കൽപ്പിക്കുന്ന കോടതി പരിഗണിക്കുന്നതിന് മുമ്പ് സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ എടുത്തു കളഞ്ഞുകൊണ്ട് എന്തിനാ ഭേദഗതി കൊണ്ടുവന്നത്? അത് ജനാധിപത്യപരമാണോ? അങ്ങനെ ഇവരുടെ മുമ്പിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോൺഗ്രസ്സുകാരുടെ മുമ്പിൽ ഒരു അജണ്ടയേ ഉള്ളൂ: ഇന്ദിരാഗാന്ധിയെ സംരക്ഷിക്കണം. ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം നിയാസിനെ. അന്ന് PMOയിൽ ഉണ്ടായിരുന്ന, ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ PMOയിൽ ഉണ്ടായിരുന്ന ഒരു IAS ഉദ്യോഗസ്ഥനുണ്ട്, ബിഷൻ ടാൻഡൻ. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് ഈ അടിയന്തരാവസ്ഥയ്ക്കൊക്കെ ശേഷമാണ്. അതിൻ്റെ പുസ്തകത്തിൻ്റെ പേര് PMO ഡയറി എന്ന. അന്ന് ഈ അലഹബാദ് ഹൈക്കോടതി വിധി ഉണ്ടായതിനു ശേഷം PMOയിൽ നടന്ന ചർച്ചകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അതിലുണ്ട്. രാത്രി 10 മണിക്ക് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസറെ വിളിച്ചു വരുത്തിയിട്ട് ഇന്ദിരാഗാന്ധി അറിയിക്കുന്നത്, നിങ്ങൾ മീഡിയ മാനേജ് ചെയ്തോളണം, ഞാൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞത് ഉൾപ്പെടെ. ജനകയിലേക്ക് 15 മിനിറ്റിൽ താഴെ സമയം മാത്രമാണുള്ളത്. അതുകൊണ്ടാണ് ഈ അടിയന്തരാവസ്ഥ കാലത്തെ പോരാളി R മോഹനൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ R മോഹനൻ, അങ്ങയിലേക്ക് വരാൻ വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നു. നോക്കൂ, വായിച്ചിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിലെത്തി മഹാത്മാഗാന്ധിക്ക് കീജയ് വിളിക്കുന്നു സമര പോരാളികൾ. മരിച്ച ഗാന്ധിക്ക് എന്തിനാടാ കീജയ് വിളിക്കുന്നതെന്ന ചോദ്യം, ജീവിച്ചിരിക്കുന്ന ഗാന്ധിക്ക് വിളിക്കടാ എന്ന് ഉത്തരം. അന്ന് ഗാന്ധിജിയുടെ ഫോട്ടോയും ഉയർത്തിപ്പിടിച്ച് സമരത്തിനിറങ്ങിയാൽ അടിക്കും, അറസ്റ്റ് ചെയ്യും. അതിൻ്റെ അനന്തരാവകാശികൾ ഇന്ന്, ആ ചെയ്തികളൊക്കെ ചെയ്തു കൂട്ടിയവരുടെ അനന്തരാവകാശികൾ ഇന്ന് പേരിനകമ്പടിയായി അതേ വാക്കുപയോഗിക്കുന്നു. അന്ന് സംഭവിച്ചത് എന്താണ്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഈ രാജ്യത്തെ മുഴുവൻ കൂച്ചുവിലങ്ങിട്ടുകൊണ്ട് ശ്രീമതി ഇന്ദിരാഗാന്ധി സ്വന്തം കസേര ഉറപ്പിക്കാൻ വേണ്ടി ആണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് ഇതൊക്കെ ന്യായീകരിച്ചേ പറ്റുള്ളൂ, അദ്ദേഹം ന്യായീകരിക്കട്ടെ. പക്ഷേ ഞങ്ങൾ അതിനെതിരായി ലോക സംഘർഷ സമിതി എന്ന് പറയുന്ന ഒരു സമര സംഘടന തന്നെ ഉണ്ടാക്കി. ആ സംഘടനയുടെ പേരിൽ നവംബർ 14 മുതൽ അടുത്ത 76 ജനുവരി 14 വരെയുള്ള 2 മാസക്കാലം സത്യാഗ്രഹ സമരം. ഞങ്ങളുടെ സത്യാഗ്രഹ സമരത്തിൻ്റെ രീതി തന്നെ ഗാന്ധിയൻ രീതിയിലുള്ള സത്യാഗ്രഹ സമരമായിരുന്നു. ഞങ്ങൾക്ക് ഞാൻ RSSൻ്റെ പ്രവർത്തകനായിരുന്നു, ഇപ്പോഴുമാണ്. ആ സമരത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ ലോക സംഘർഷ സമിതിയുടെ ഭാഗത്തുനിന്ന് വളരെ കർശനമായ നിർദ്ദേശങ്ങളുണ്ടായിരുന്നു.
ഈ രാജ്യത്തെ ഒരു മൊട്ടുസൂചിക്ക് പോലും പരിക്കേൽക്കരുത്, അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്, ആ തരത്തിലുള്ള ഗാന്ധിയൻ രീതിയിലുള്ള സത്യാഗ്രഹ സമരം എന്താണെന്ന് അറിയാമല്ലോ. ഒരു കാരണത്ത് അടി കിട്ടിയാൽ മറുകരണം കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ മഹാത്മാഗാന്ധിയുടെ ഒരു ബാഡ്ജൊക്കെ കുത്തി ഞങ്ങൾ 11 പേരടങ്ങുന്ന സംഘങ്ങൾ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്തു. ആ സത്യാഗ്രഹ സമരത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഒന്നുമല്ല, അദ്ദേഹം പറഞ്ഞ മാതിരി എല്ലാ കാര്യങ്ങൾ പോലീസിൻ്റെ വളരെ മൃഗീയമായ മർദ്ദനങ്ങളാണ് എന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ചത്ത ഗാന്ധിക്ക് ജയ് വിളിക്കാതെ ജീവിച്ചിരിക്കുന്ന ഗാന്ധിക്ക് ജയ് വിളിക്കട എന്ന് പറഞ്ഞാണ് പോലീസ് ഞങ്ങളെ പല സ്ഥലത്തും മർദ്ദിച്ചത്. അങ്ങനെ ക്രൂരമായ മർദ്ദനമുറകളാണ് അന്ന് സ്വീകരിച്ചത്. അതിൽ ആലപ്പുഴ ജില്ലയിലെ അന്നത്തെ DCC പ്രസിഡന്റ് തച്ചടി പ്രഭാകരൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആലപ്പുഴ ജില്ലയിൽ സമരസേനാനികൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ വന്നാൽ അവിടുത്തെ SI അല്ലെങ്കിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഫോൺ റിങ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് വെച്ചിട്ട് ഞങ്ങളെ ഇടിക്കുന്ന സൗണ്ടും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കരച്ചിലും കേൾക്കണമായിരുന്നു. ഇനി അഥവാ ഒരു ഇടിക്ക് ഞങ്ങൾ കരഞ്ഞില്ലെങ്കിൽ ആ SIയെ തെറി വിളിക്കുമായിരുന്നു തച്ചടി പ്രഭാകരൻ. അങ്ങനെ കോൺഗ്രസ്സുകാരുടെ ഒരു തേർവാഴ്ച ഈ രാജ്യത്ത് നടമാടി. അതിനും കൂടി എതിരായിട്ടാണ് ഞങ്ങൾ സമരം ചെയ്തത്. പക്ഷേ ഞങ്ങൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഉപദ്രവിക്കാൻ പോയിട്ടില്ല. ഈ രാജ്യത്തെ ഒരു തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ സത്യാഗ്രഹ സമരം ചെയ്തവരാണ്. ആ സമരം ഏതാണ്ട് 2 മാസക്കാലമാണ് ലോക സംഘർഷ സമിതി സത്യാഗ്രഹ സമരം തീരുമാനിച്ചത്. ഏതാണ്ട് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും 11 പേരടങ്ങുന്ന ബാച്ചുകളാണ് ഞങ്ങൾ സത്യാഗ്രഹത്തിന് പോയത്. ഞങ്ങൾ സത്യാഗ്രഹത്തിന് പോകുന്ന സമയത്ത് RSSൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് വളരെ കർശനമായ നിർദ്ദേശങ്ങൾ. അതിലൊന്ന്, യാതൊരു കാരണവശാലും മറ്റുള്ളവർക്കോ അല്ലെങ്കിൽ പൊതുമുതലോ നശിപ്പിക്കരുത്. രണ്ടാമത്, ഈ സമരത്തിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ജീവനോടുകൂടി തിരിച്ചു വരാൻ സാധ്യതയില്ല. പോലീസിൻ്റെ മൃഗീയമായ മർദ്ദനങ്ങളുണ്ടാവും. നിങ്ങളിന്ന് ഏർപ്പെട്ടിരിക്കുന്ന ജോലികളിൽ തിരിച്ചെത്തി അവിടെ ജോലിയിൽ തുടരാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. അങ്ങനെ വളരെ കൃത്യമായി ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ സർവ്വസമ്മതമായിട്ടാണ് ഈ സമരത്തിൽ പങ്കെടുത്തത്. അങ്ങനെ വളരെ സമാധാനപരമായിട്ട് മഹാത്മാഗാന്ധിക്ക് ജയ്, അടിയന്തരാവസ്ഥ പിൻവലിക്കുക എന്നൊക്കെ പറഞ്ഞ് 3-4 മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് സമരം ചെയ്ത ഈ ആളുകളെ അന്ന് യഥാർത്ഥത്തിൽ CPI കോൺഗ്രസും കൂടി ചേർന്ന് ഭരിക്കുകയാണ്. അച്യുതമേനോനായിരുന്നു നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയും സാക്ഷാൽ K കരുണാകരനും കൂടെ ചേർന്ന് ഈ സമരസേനാനികളെ അടിച്ചൊതുക്കണം, ഇങ്ങനത്തെ പ്രസ്ഥാനങ്ങൾ ഇനി ഉണ്ടാവരുതെന്നാണ് നിർദ്ദേശം കൊടുത്തത്. അതിൻ്റെ ഫലമായിട്ട് വളരെ ക്രൂരമായ മർദ്ദനങ്ങൾ, 18 തരം മർദ്ദനമുറകളാണ് ഞങ്ങളോട് പ്രയോഗിച്ചത്. അതിൻ്റെ കെടുതികൾ ഞാൻ നേരത്തെ പറഞ്ഞു. സമരം 1 മാസം പിന്നിട്ടപ്പോൾ, 2 മാസത്തെ സമരം 1 മാസം പിന്നിട്ടപ്പോൾ നമ്മുടെ സെൻട്രൽ ജയിലുകളും സബ് ജയിലുകളും ഒക്കെ നിറഞ്ഞു. ഞാൻ ആലുവ സബ് ജയിലിലാണ് കിടക്കേണ്ടി വന്നത്. മോഹനൻ ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ. അതായത് ഈ കോൺഗ്രസ്സുകാർ ഇപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ആ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യ അപ്പാടെ കോൺഗ്രസിനെ ചേർത്ത് പിടിച്ചല്ലോ, കേരളം പ്രത്യേകിച്ചും. എന്തായിരുന്നു അന്ന് ദക്ഷിണേന്ത്യയിലും കേരളത്തിലും സംഭവിച്ചത്? ഈ പത്രങ്ങൾക്ക് പോലും ഏർപ്പെടുത്തിയ കടുത്ത സെൻസർഷിപ്പായിരുന്നു പലതും അറിയാതെ പോയതിന് കാരണമായത്. അതിൽ പ്രധാനമായിട്ടും ഈ ദക്ഷിണേന്ത്യയിൽ ഉണ്ടായി എന്ന് പറയുന്നത്, അന്ന് ഇവിടുത്തെ ദക്ഷിണേന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൊച്ചു കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി CPM ആയിരുന്നു. CPM ഈ സമരത്തിൽ, അടിയന്തരാവസ്ഥാ വിരുദ്ധ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. അവർ ഈ സമരത്തിൽ അതായത് RSSൻ്റെയും ജനസംഘത്തിൻ്റെയും പ്രവർത്തകന്മാർ സമരം ചെയ്താനും അടിമേടിക്കാനും ജയിൽവാസം അനുഭവിക്കാനും ഒക്കെ തയ്യാറാണ്. അതുകൊണ്ട് നിങ്ങളിതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കണമെന്നുള്ള നിലയിൽ അന്ന് ശ്രീ MP മന്മഥനായിരുന്നു കേരളത്തിലെ ലോക സംഘർഷ സമിതിയുടെ പ്രസിഡന്റ്. അന്ന് അതിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ K രാമൻപിള്ളയായിരുന്നു. അദ്ദേഹം സാക്ഷാൽ EMSനെ തന്നെ പോയി കണ്ട് അദ്ദേഹത്തിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളിതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കണം, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മറുപടി വളരെ രസകരമായിരുന്നു. അടിയന്തരാവസ്ഥാ വിരുദ്ധ സമരത്തിന് ഞങ്ങളില്ല, മറിച്ച് ബോണസ് 4% കുറച്ചിട്ടുണ്ട്, ആ സമരത്തിനെ ഞങ്ങളുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ സമരം പോലും അവർ ചെയ്തില്ല എന്നുള്ളതാണ് വസ്തുത. ഞാൻ മറ്റു കാര്യം പറഞ്ഞാൽ, മർദ്ദനമുറകളെക്കുറിച്ച് പറഞ്ഞ സമയത്ത് പല സ്ഥലത്തും കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ആളുകൾ ഈ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്ത ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ സ്റ്റേഷനിൽ വന്നാൽ പോലീസ് അന്ന് സ്റ്റേഷൻ ഭരിച്ചിരുന്നത് യൂത്ത് കോൺഗ്രസ്സാണ്, കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാരാണ്. അവനെ ഇടിക്കണം, ഇവനെ ഇടിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വളരെ ക്രൂരമായി ഞങ്ങളാരും ഒന്നും ഈ രാജ്യത്തിനോ അല്ലെങ്കിൽ അരമണിക്കൂർ കൂടി ഒപ്പം ഇരുന്നാലും തീരാത്തത്ര പറയാനുണ്ടെന്ന് വ്യക്തമാണ്. 3 പേർക്കും ഓരോ മിനിറ്റ്. ആദ്യം അഡ്വക്കേറ്റ് PM നിയാസ്, ഒറ്റ ചോദ്യമേ ഉള്ളൂ 3 പേരോടും. ഈ അടിയന്തരാവസ്ഥയുടെ മറുവശത്ത്
രാജ്യസ്നേഹികളായ ഒരുപാട് നേതാക്കൾ പരുവപ്പെട്ടില്ലേ? നോക്കൂ, ഞാൻ പറയാം. അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ ഹരിദാസ് അതിലൂടെ വളച്ചു കൊടുക്കുകയാണ്. എനിക്ക് ഹരിദാസ് സീനിയർ നേതാവാണ്, സീനിയർ പത്രപ്രവർത്തകനാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞത് അടിയന്തരാവസ്ഥ നിയമപ്രകാരമുള്ള തീരുമാനപ്രകാരം എടുത്തതാണ്. അടിയന്തരാവസ്ഥയിൽ ഉത്തരേന്ത്യയിൽ ചില ഭീകരമായ ഇടപെടലുകൾ ഉണ്ടായി. എന്നാൽ ദക്ഷിണ കേരളത്തിൽ നമ്മുടെ മോഹൻ എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിൽ ഉൾപ്പെടെ കേരളത്തിലെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയത് ഞങ്ങൾക്ക് അപ്പോഴാണ്. കർണാടകത്തിൽ, തമിഴ്നാട്ടിൽ, ആന്ധ്രാപ്രദേശിൽ കിട്ടി. അതിനർത്ഥം അവിടെ ഭീകരമായ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതല്ല. അവിടെ വളരെ ഗംഭീരമായി മുന്നോട്ട് പോയി. അക്കാലത്താണ് ഇന്ദിരാഗാന്ധി 20 പരിപാടി കൊണ്ടുവന്നത്. ഗരീബി ഹടാവോ എന്ന് പറഞ്ഞുകൊണ്ട് ദാരിദ്ര്യം അകറ്റാനുള്ള പദ്ധതിയുമായി കൊണ്ട് മുന്നോട്ട് പോയത്. അതൊക്കെ തെക്കേ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഏറെ ഗുണകരമായിരുന്നു. പക്ഷെ ഉത്തരേന്ത്യയിൽ ചില പാകപ്പിഴകൾ ഉണ്ടായി. അതേക്കുറിച്ച് നമ്മുടെ കോൺഗ്രസ് നേതാക്കളുടെ പിൽക്കാലത്ത് അതില് പ്രയാസവും ബുദ്ധിമുട്ടും ഞങ്ങൾ ഏറ്റുപറഞ്ഞതുമാണ്. അതിനർത്ഥം ഇന്ദിരാഗാന്ധി ചെയ്തത് എല്ലാം തെറ്റാണെന്നല്ല. ഇവിടെ ഒരൊറ്റ കാര്യം മാത്രമേ പറയുള്ളൂ. നേരത്തെ ശ്രീധരൻപിള്ള പറഞ്ഞു, ഇവിടെ ഞങ്ങള് അക്കാലത്ത് ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി ജയിച്ചു വന്ന ആളുകൾ ഞങ്ങളൊക്കെ കൂവിയിരുത്താൻ ഭരണപക്ഷം മെനക്കെട്ടോ. അത് വലിയ മഹാ അപരാധമായി. രണ്ടാം മോദിയുടെ സർക്കാരിന്റെ കാലത്ത് 54 പേര് മാത്രം ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ ആളുകളെ കൂവിയിരുത്തലായിരുന്നില്ലേ നിങ്ങളുടെ MP-മാരുടെ പണി? ഇന്ന് മൂന്നാം പിണറായിയുടെ കാലത്ത് കൂവിയിരുത്താൻ മാത്രമുള്ള ആളുകൾ നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട്, ജനങ്ങൾ ജയിപ്പിക്കാത്തത് കൊണ്ട് അല്ലേ നിങ്ങളത് മുന്നോട്ട് പോകാൻ കഴിയാതിരുന്നത്? അപ്പൊ അന്ന് കൂവിയിരുത്തിയ തെറ്റാണ്, നിങ്ങൾ കൂവിയിരുത്തിയപ്പോ അത് ശരിയാണെന്നാണോ ശ്രീധരൻപിള്ളയുടെ വാക്യം? അതുകൊണ്ട് എനിക്ക് KVS ഹരിദാസിനോട് ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. ഇവിടെ ഞങ്ങൾ പറയുന്നത് അടിയന്തരാവസ്ഥ അന്നത്തെ നിയമപ്രകാരം ഞങ്ങൾക്ക് ഇന്റേണൽ സെക്യൂരിറ്റി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, നിങ്ങൾ ഈ രാജ്യം തകർക്കുവാൻ വേണ്ടി ശ്രമിച്ച ആ അന്നത്തെ നേതാക്കന്മാരുടെ വിദേശ ശക്തികളുടെ സഹായത്തോടുകൂടി നടത്തിയ പ്രവർത്തനങ്ങൾക്ക് എതിരാവാൻ വേണ്ടി ചെയ്തതാണ്. ശ്രീ KVS ഹരിദാസ്, അങ്ങേക്ക് 1 മിനിറ്റ്. അല്ലല്ലോ, രാജ്യത്തെ അടൽ ബിഹാരി വാജ്പേയിയെ പോലെ, അഡ്വാനിയെ പോലെ, ജയപ്രകാശ് നാരായണനെ പോലെ, വിനോബാജിയെ പോലെ ഈ നാട്ടിലെ ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച സർവരെയും ജയിലിൽ അടച്ചിട്ട് ഇന്ത്യയെ രക്ഷിക്കാൻ പോയി എന്നാണ് നിയാസ് പറയുന്നത്. പാർലമെന്റിലെ മുഴുവൻ പ്രതിപക്ഷ നേതാക്കന്മാരെയും ജയിലിൽ അടച്ചിട്ട് പാർലമെന്റിൽ നിയമം പാസാക്കിയവർ മുന്നോട്ട് പോയി എന്നാ പറയുന്നേ. ഇത്തരം നാണം കെട്ട ഭരണം ഇത്തരം നാണം കെട്ട ഭരണവും അതിനെ ന്യായീകരിക്കാൻ നിയാസിനെ പോലുള്ളവർ വരുമ്പോഴാണ് ഗതികേടെന്ന് പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് ഇവിടെ ജനാധിപത്യ കശാപ്പാണ് നടന്നത്. ജനാധിപത്യത്തെ ധ്വംസിക്കുകയാണ് ചെയ്തത്. ഇവിടെ മനുഷ്യാവകാശങ്ങൾ നശിപ്പിക്കുകയാണ് ചെയ്തത്. അതിനെതിരായിട്ട് ഇന്ത്യയിലെ ജനങ്ങൾ മുന്നോട്ട് വന്നു. സൗത്ത് ഇന്ത്യയിൽ നടക്കാതിരുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പാർട്ടി അന്ന് കമ്മ്യൂണിസ്റ്റുകാരാ. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ ശ്രീ മോഹനൻ സൂചിപ്പിച്ചില്ലേ, കമ്മ്യൂണിസ്റ്റുകാർ ഒളിച്ചു നടക്കുകയായിരുന്നു. ആരൊക്കെയോ ചിലരെ അറസ്റ്റ് ചെയ്തു. EMS ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ പ്രതിഷേധത്തിന് മുതിരാതെ ഒളിച്ചു നടക്കുകയായിരുന്നു. നാണം കെട്ട് തലയിൽ മുണ്ടിട്ടുകൊണ്ട് നടക്കുകയായിരുന്നു. അതുകൊണ്ടാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് ആധിപത്യമുള്ള കേരളത്തിൽ ജനങ്ങൾ കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യേണ്ടി വന്നത്. അതും ചരിത്രമാണ്. അതുകൊണ്ട് അതിനർത്ഥം കേരളം അടിയന്തരാവസ്ഥയ്ക്ക് അനുകൂലമായിരുന്നു എന്നല്ല. കേരളത്തിലെ അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് പ്രതികരിക്കാൻ ഇവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായ കമ്മ്യൂണിസ്റ്റുകാരെ തയ്യാറായില്ല എന്നതാണ് കാരണം. ശ്രീ R മോഹനൻ, അങ്ങേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞു വന്നത്, ഇതിനെതിരായി അതായത് രാജ്യവ്യാപകമായ സത്യാഗ്രഹ സമരങ്ങൾ നടന്നു. ഈ സത്യാഗ്രഹ സമരങ്ങളുടെ ഫലമായി ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് തന്നെ അതായത് അവർക്ക് തന്നെ അടിയന്തരാവസ്ഥ പിൻവലിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വന്നു. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി ഇന്നും പറയാം, ഇന്ന് 50 വർഷം തികയുന്ന ദിവസമാണ്. 50 ആണ്ട് തികയാണ് അടിയന്തരാവസ്ഥയ്ക്ക്, ആ കറുത്ത ദിനങ്ങൾക്ക്. ഇന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാം, ഈ രാജ്യം എപ്പോഴൊക്കെ ഈ രാജ്യം അപകടത്തിലായിട്ടുണ്ടോ അപ്പോഴൊക്കെ ഞങ്ങൾ RSSും ഭാരതീയ ജനതാ പാർട്ടിയും എന്നൊക്കെ പറയുന്ന പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ആണ് ഞങ്ങൾ ചെയ്തത്. ഞങ്ങളുടെ സ്വന്തമായിട്ടുള്ള ബോണസിന് വേണ്ടിയിട്ടോ ശമ്പള വർധനത്തിന് വേണ്ടിയിട്ടോ നടന്ന സമരമല്ല. ഈ രാജ്യത്ത് ഒരു ഏകാധിപതിയെ കെട്ടുകെട്ടിച്ചുകൊണ്ട് ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു സമരമാണിത്. ആ സമരത്തിൽ ഞങ്ങളുടെ നിരവധി ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നും ഞങ്ങളതിൻ്റെ കെടുതികൾ, അന്നത്തെ പോലീസ് മർദ്ദനത്തിൻ്റെ കെടുതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ ആ കാര്യത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഈ രാജ്യത്തെ ജനാധിപത്യം അപകടത്തിലായപ്പോൾ അതിനെതിരായി പ്രതികരിക്കാനും സമരം ചെയ്യാനും തയ്യാറായി വന്ന ആളുകളെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഈ 50-ാം വർഷം ആ നിലയ്ക്കാണ് അതിനെ കാണുന്നത്. ഞങ്ങൾ ചെയ്ത
സമയം ത്യാഗോജ്വലമായ അവസാനിക്കുന്നത് കൊണ്ട് ഇടപെടുന്നു. പ്രവർത്തനങ്ങൾ കൊണ്ട് അധികമായി കോൺഗ്രസ് എന്ന് പറയുന്ന കൂട്ടിച്ചേർക്കാൻ ഇത്രമാത്രം. അതാണ് അതിന്റെ സത്യം. ശരി, അധികമായി കൂട്ടിച്ചേർക്കാൻ ഇത്രമാത്രം. പിണറായി അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്നുവെന്നതും അടികൊണ്ടുവെന്നതും പുറത്തെറിഞ്ഞത് എൻ്റെ പുസ്തകത്തിലൂടെയാണെന്നാണ് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അന്ന് ഇക്കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാൻ പോരാടാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭയമായിരുന്നുവത്രേ. നന്ദി ശ്രീ KVS ഹരിദാസ്, R മോഹനൻ, ഒപ്പം കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് PM നിയാസ്. ജനഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്തേ.